നമസ്കാരം, മലയാളി വാർത്ത ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി ഒരു ചർച്ചയ്ക്ക് ഒരുമിച്ചിരുന്നിട്ട്. അപ്പോൾ ഇന്നത്തെ ചർച്ചയ്ക്ക് അതായത് ഈ സ്ത്രീകളുടെ ഒരു മനോഭാവം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച ആകാമെന്ന് തോന്നി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരാളെ വേണമല്ലോ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ ധാർമ്മികമായ തെറ്റുകാരനാണ് എന്നുള്ളത് നമുക്ക് തറപ്പിച്ച് പറയാം. അയാൾ നിയമത്തിന് മുൻപിൽ കുറ്റക്കാരനാണോ എന്നുള്ളത് അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു പിന്തുണ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ അയാളെ പിന്തുണയ്ക്കുന്നു. അതൊരു വലിയ അത്ഭുതമായി തോന്നുകയാണ്. കാരണം അയാൾ ഒരു സെക്ഷൽ പെർവേർട്ട് ആണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. കാരണം ഒരു രാഷ്ട്രീയക്കാരനായിട്ടിരിക്കുമ്പോൾ ഒരാൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ടല്ലോ, അതെല്ലാം അയാൾ ലംഘിച്ചിരിക്കുന്നു. ഇപ്പോൾ 3 പരാതികളാണ് അയാൾക്ക് നേരെയുള്ളത്. ആ പരാതികൾ അയാൾ നിഷേധിക്കുന്നില്ല. അതായത് ആ സ്ത്രീകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ട്. അത് നിയമത്തിന് മുൻപിൽ നോക്കുമ്പോൾ അതൊരു തെറ്റായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ധാർമ്മികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ എല്ലാ പെണ്ണുങ്ങളുടെയും പിന്നാലെ പോയി ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ രാഷ്ട്രീയക്കാരനല്ല ആരായാലും അങ്ങനെ ചെയ്യുന്നത് ധാർമ്മികമായി തെറ്റാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെയാണ് നമ്മൾ പറയുന്നത്. അല്ലെ പിന്നെ നമുക്ക് വരുംകാലത്ത് ഗോവിന്ദചാമീനെയൊക്കെ പിടിച്ച് MLA-യും MP-യും മന്ത്രിയും ഒക്കെ ആക്കാമല്ലോ. അപ്പോൾ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ധാർമ്മികമായ വശം കിടക്കുന്നത്. പക്ഷേ രാഹുലിന് എന്താണ് ഇത്രത്തോളം വലിയൊരു പിന്തുണ കിട്ടുന്നത് എന്നുള്ള ഒരു ചോദ്യം ഒരു വശത്തുണ്ട്. നമ്മൾ കണ്ടതാണ് രാഹുൽ ഈ പറയുന്ന 2 പരാതികൾ ഇതിനു മുൻപ് വന്ന സമയത്തും രാഹുൽ പാലക്കാട് ചെല്ലുമ്പോൾ അയാളെ ചേർത്ത് നിർത്തുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പരാതി വരുമ്പോഴും അയാൾ വേട്ടയാടപ്പെടുകയാണ് എന്ന് ഒരു പൊതുബോധം വരുന്നു. അത് ഈ ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചു പോയ ഒരു കാര്യമാണ്. പക്ഷേ എനിക്കിവിടെ സംസാരിക്കാനുള്ളത്, ഇപ്പോൾ ഒരു 3 പരാതി അയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. ഈ 3 അതിജീവിതമാരും പറഞ്ഞിട്ടുള്ള പരാതിയിൽ ചില കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് എനിക്കതിൽ ദഹിക്കാത്ത ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അത് ഒരു സ്ത്രീയെ കൊണ്ടിരുത്തി, അല്ലെങ്കിൽ എന്നേക്കായി ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. അപ്പോൾ സ്ത്രീകളെക്കുറിച്ച്, അവരുടെ വൈകാരികമായ തലങ്ങളെക്കുറിച്ചൊക്കെ എന്നേക്കായി നന്നായിട്ട് പറയാൻ കഴിയും എന്നുള്ള തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഒരുമിച്ചൊരു ചർച്ചയാകാമെന്ന് ഞാൻ കരുതിയത്. അതായത് ഇപ്പോൾ ഈ രാഹുൽ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് 3 അതിജീവിതമാരും പറഞ്ഞിരിക്കുന്നത്. അയാൾ സെക്ഷുവലി അവരെ അതിബ്രൂട്ടലായി റേപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പരാതിയിൽ പറയുന്ന കാര്യമാണ്. മൂന്നാം പരാതിയിൽ പറയുന്നത്, അതായത് ആ ഹോട്ടൽ റൂമിലേക്ക് വന്ന് കയറുമ്പോൾ തൻ്റെ ദേഹത്തേക്ക് ചാടി വീഴുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, തൻ്റെ മുഖത്ത് തുപ്പിയ ഒരാൾ, അത്തരത്തിൽ അവരെ അതിബ്രൂട്ടലായി റേപ്പ് ചെയ്ത ഒരാൾ. പക്ഷേ അയാൾ ഞങ്ങളെ വിവാഹം കഴിക്കും എന്ന് കരുതി എന്നാണ് ഈ 3 പരാതിക്കാരും പറയുന്നത്. അതായത് ഈ 3 അതിജീവിതമാരും പറയുന്നത്. അവിടെയാണ് എന്നിലെ സ്ത്രീക്ക് ദഹിക്കാത്ത ഒരു ഘടകം കിടക്കുന്നത്. അതായത് ഞാൻ ചോദിക്കുന്നത്, നമ്മളെ സെക്ഷുവലി ക്രൂരമായി റേപ്പ് ചെയ്യുന്ന ഒരാൾ, നമുക്ക് വലിയൊരു ട്രോമ തരുന്ന ഒരാൾ, നമുക്കറിയാം ഒരു പീഡനം ഉണ്ടായാൽ, ഒരു പീഡനം തന്നെ വേണമെന്നില്ല, ഒരു തുറിച്ചു നോട്ടം, അല്ലെങ്കിൽ ബസ്സിനകത്തെ നമ്മളെ ഒന്ന് സ്പർശിക്കുന്നത്, നമ്മുടെ സമ്മതമില്ലാതെ നമ്മളുടെ ശരീരത്തിൽ ഒരാൾ തൊടുമ്പോൾ നമുക്ക് ആ സമയത്തുണ്ടാകുന്ന ഒരു ട്രോമയുണ്ട്. ഈ പറയുന്ന തിയേറ്ററിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ഈ പറയുന്ന ഒരു ഉത്സവത്തിന് പോകുകയാണെങ്കിൽ അവിടെ സ്ത്രീകൾ നേരിട്ടിട്ടുള്ള ഇതുപോലെയുള്ള അനുഭവങ്ങൾ, അതവർക്കൊരു വലിയ ട്രോമ കൊടുക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു വലിയ ട്രോമ തന്ന ഒരാളെ കല്യാണം കഴിക്കണമെന്ന് ഈ സ്ത്രീകൾ എങ്ങനെ പറയും? എനിക്ക് ആ പോയിന്റ്, അതെനിക്ക് എത്ര ആലോചിച്ചിട്ടും എന്നിലെ സ്ത്രീയെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതൊരിക്കലും ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടില്ല. ആ ചോദ്യം വരുന്നത് രാഷ്ട്രീയപരം മാത്രമാണ്. കാരണം പിന്നെ അവരെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നതെല്ലാം തന്നെ അപ്പോൾ ഇത് ഈ കേസ് വന്നതിന് ശേഷം മാത്രം പറയുന്ന, അല്ലെങ്കിൽ കേസിന് വേണ്ടി പുറകിലുള്ള ആൾക്കാരെ കൊണ്ട് പറയുന്നത് തന്നെയാന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സമ്മതമില്ലാതെ, അത് ഇപ്പോഴത്തെ നിയമത്തിൻ്റെ കണ്ണിൽ കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവാണെങ്കിൽ പോലും സ്ത്രീയുടെ സമ്മതമില്ലാതെ ഭാര്യയെ തൊടുന്നത് റേപ്പിൽ പെടും എന്നാണ് പറയുന്നത്. അത് ഒരു നിലയ്ക്ക് ശരിയാണ് താനും. കാരണം നമ്മൾ സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായിട്ടുള്ള ഒരു മാനവും അഭിമാനവും എല്ലാം ഉണ്ട്. അത് നമ്മുടെ ദേഹത്ത് ഒരാൾ തൊടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സമ്മതിക്കാതെ ഒരിക്കലും ആവില്ല. പിന്നെ റേപ്പ് നടക്കാം, അത് ഒരു പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം നടക്കുന്നത്. പക്ഷേ ഇവിടെ പറയുന്നതെല്ലാം തന്നെ ഇപ്പോൾ റൂമിലേക്ക് വന്നതിന് ശേഷം, അപ്പോൾ ഒരു പക്ഷേ ഈ പറയാം ആ സ്ത്രീ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നിരിക്കില്ല
ഇയാളിങ്ങനെ റേപ്പ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇവരുടെ സങ്കടം പറയാനും ഇവരുടെ കാര്യങ്ങൾ പറയാനും ഇവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിനോട് സംസാരിക്കാനും വേണ്ടിയാണ് ഈ സ്ത്രീകളെല്ലാം ആദ്യം ഇയാളെ കാണുന്നത്. അവർക്ക് പക്ഷെ അപ്പോഴും നമുക്ക് ചോദിക്കാം, ഇത് അതിജീവിതമാരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പറയുന്നതല്ല, ഇത് പല സ്ത്രീകളും ചോദിക്കുന്ന ചോദ്യമാണ്, പുരുഷന്മാർ ചോദിക്കുന്നതല്ല. നിങ്ങൾ ഈ വാർത്തകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ പ്രതികരണങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ മതി. അതിൽ സ്ത്രീകൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതായത് ഒരു MLA നിങ്ങൾക്കൊരു ഇത്തരത്തിൽ തങ്ങൾ നേരിടുന്ന ഒരു ദുരിതം പറയാൻ ഒരു ഹോട്ടൽ റൂമിലേക്കാണോ വിളിച്ചു വരുത്തുന്നത്? അയാൾക്ക് ഔദ്യോഗികമായ ഒരു ഓഫീസുണ്ട്, അവിടേക്ക് വിളിക്കാം, അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ പക്ഷേ ഇയാൾ തന്നെ രാഹുൽ തന്നെ സജസ്റ്റ് ചെയ്ത രാഹുൽ പറയുന്നുണ്ട്. അവിടെയാണ് വീണ്ടും ചോദ്യം കിടക്കുന്നത്. അതായത് രാഹുൽ പറയുന്നു, ഞാനൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് പുറത്ത് വെച്ച് അതൊരു കാണാൻ കഴിയില്ല, ഹോട്ടലിൽ ഒരു റൂം എടുക്കുമെന്ന് പറയുമ്പോൾ, അപ്പോൾ അവിടെയും വീണ്ടും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്ന് കരുതി അയാൾ പറഞ്ഞ ഉടനെ ഹോട്ടലിൽ റൂം എടുക്കാൻ എത്ര സ്ത്രീകൾ തയ്യാറാകും? അല്ല, പിന്നെയും ഉണ്ട്, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് അവരോടൊപ്പം വേറൊരാളെ കൊണ്ടുപോകാമായിരുന്നില്ലേ? അതൊരു ന്യായമായ ചോദ്യമാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ അതിജീവിതയോട് നമ്മൾ അതിജീവിതയുമായിട്ട് വളരെ അടുപ്പത്തിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താതെ നമ്മളൊരു ഉത്തരം പറയാം. പക്ഷേ പിന്നെ ഇതിൽ മറ്റൊരു വശമുണ്ട്. ഇവർ തമ്മിലുള്ള ചാറ്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഇവർ തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരുന്നു. അപ്പൊ ആ അടുപ്പത്തിന്റെ പേരിൽ പോയതായിരിക്കാം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സംസാരിക്കുമ്പോഴെല്ലാം വളരെ അടുപ്പമുണ്ടാകുന്നു. ഇയാൾ ഒരിക്കലും ഇങ്ങനെ ബ്രൂട്ടലി ഒരു പെരുമാറ്റം ഉണ്ടാകുമെന്ന് ഈ സ്ത്രീ ഒരിക്കലും, അതിജീവിതമാർ 3 പേരും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ ഇയാളിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റ് ഉണ്ടായി എന്ന് പറയുമ്പോൾ പിന്നീടും ഇവരുടെ സങ്കടം പറയാൻ അവരുടെ അടുത്തേക്ക് പോകുന്നത് തികച്ചും ബാലിശമാണ്. കാരണം ഇയാൾ അങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ വീണ്ടും അയാളുടെ അടുത്തേക്ക് ചെല്ലുക എന്നുള്ളത്. പല പ്രാവശ്യം പോയി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനോട് എനിക്കും എതിർപ്പുണ്ട്. കാരണം ഇയാൾ അങ്ങനെയാണ്, മോശമായി പെരുമാറുന്നു എന്ന് മനസ്സിലാക്കി. നമുക്കറിയാം, നമുക്കൊരാൾ മോശമായ ഒരു മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ അയാളോട് ദേഷ്യപ്പെടും, എനിക്ക് മേലാൽ ഇനി ഇങ്ങനത്തെ മെസ്സേജ് അയക്കരുത്. മെസ്സേജ് അയച്ചാൽ ഞാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇനി ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്കത് ശരിയാവില്ല, ആ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു ബന്ധമാണെന്ന് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ വെച്ച് കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബ്രൂട്ടലി റേപ്പ് ചെയ്തതിനു ശേഷം എന്നെ വിവാഹം കഴിക്കുമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നത് അതാണ് പറയുന്നത്. നമുക്കൊരു ട്രോമ തന്ന ഒരാള് നമ്മുടെ ജീവിത പങ്കാളിയായി വരണമെന്ന് നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? ചിന്തിക്കാൻ കഴിയില്ല. ഒരു സ്ത്രീക്ക് ഒരിക്കലും അങ്ങനെ കഴിയില്ല. കാരണം ഭർത്താവാണെങ്കിൽ പോലും നമ്മുടെ ഇഷ്ടപ്രകാരമല്ലാതെ നമ്മളെ, അല്ലെങ്കിൽ നമുക്ക് യോജിക്കാത്ത തരത്തിലാണ് പെരുമാറ്റം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ സ്ത്രീക്കും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, അവരുടെ മനോഭാവങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കാം, അവരുടെ സെക്ഷൽ ഫീലിങ്സും അതിൻ്റെ രീതിയും എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഓരോ സ്ത്രീക്കും അവരുടേതായിട്ടുള്ള ഒരു ന്യായം ഉണ്ടായിരിക്കും. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ കടക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനോട് നോ പറയാൻ ഏതൊരു സ്ത്രീക്കും സാധിക്കും അല്ലെങ്കിൽ സാധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഈ വിഷയം ഇതിനെ ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അതിജീവിതമാരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, പക്ഷേ ഇതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ പരിശോധിക്കണം എന്ന് വലിയൊരു ആവശ്യം ശക്തമാകുന്നു. മുൻപൊക്കെ നമ്മൾ പറയുമായിരുന്നു, അതായത് അവൾക്ക് പറയാനുള്ളത് നമ്മൾക്ക് കേൾക്കണം എന്ന് പറയുന്നു. പക്ഷേ രാഹുൽ വിഷയത്തിലേക്ക് വരുമ്പോൾ അവന് പറയാനുള്ളത് ഞങ്ങൾക്ക് കേൾക്കണം എന്ന് ജനം പറഞ്ഞു തുടങ്ങി. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന, മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാഹുലിനോട് ഒരു തരത്തിൽ എനിക്ക് പേഴ്സണലി യോജിക്കാൻ കഴിയുന്നില്ല. അയാൾ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, നല്ലൊരു രാഷ്ട്രീയക്കാരനല്ല, അയാൾക്ക് ഒരു അർഹതയും ആ കസേരയിൽ ഇരിക്കാനില്ല എന്നുള്ളത്, നല്ലൊരു വ്യക്തിയാണെന്നും പറയാൻ കഴിയില്ല. കാരണം ആര് ഒരു മെസ്സേജ് അയച്ചാലും എന്താ മോളൂസ് എന്ന് തിരിച്ച് മെസ്സേജ് അയക്കുകയും അവരുമായി ബന്ധം സ്ഥാപിക്കുകയും അത് ഒരു അവസരമായി. പക്ഷെ അതിൽ തന്നെ ഉണ്ട് ഈ എന്താ മോളൂസെ എന്നൊരു തിരിച്ച് ആൻസർ എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ആവശ്യം വേണ്ടി നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തകനെയോ അല്ലെങ്കിൽ നമ്മൾ ഒരു അധ്യാപകനെയോ അല്ലെങ്കിൽ മറ്റൊരു മുതിർന്ന ആളെയോ അല്ലെങ്കിൽ മുതിർന്ന ഫ്രണ്ടിനെയോ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ തിരിച്ച് ഈ എന്താ മോളൂസെ എന്നൊരു ഉത്തരം നമുക്ക് ഇങ്ങോട്ട് തരികയും അത് അസമയത്താണ് ചെയ്തതെങ്കിൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഉദ്ദേശം നല്ലതല്ല എന്ന്. അത് മനസ്സിലാക്കാൻ ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ പറയില്ലേ,
ബാഡ് ടച്ചും ഗുഡ് ടച്ചും മനസ്സിലാക്കാൻ പഠിക്കണം എന്ന് പറയലേ, ഇതൊന്നും പഠിച്ചു വരേണ്ട കാര്യമൊന്നുമല്ല. സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ സ്ത്രീകളായിട്ടിരുന്ന് രണ്ടുപേരാണല്ലോ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, തെറ്റായ ഒരു നോട്ടം നമുക്ക് നേരെ വന്നാൽ നമുക്കത് മനസ്സിലാകും. നമ്മളുടെ ശരീരത്തിൽ ഒരാൾ ഏത് രീതിയിലാണ് തൊടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത്രത്തോളം കാര്യങ്ങൾ സ്ത്രീകൾക്ക് മനസ്സിലാകും. സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യം ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട്. എന്നിട്ടും ഇത്തരത്തിൽ മെസ്സേജുകൾ അയക്കുമ്പോൾ അതിനെ അവർക്ക് ഒഴിവാക്കി നിർത്താമായിരുന്നു. പക്ഷെ അതും കഴിഞ്ഞ് അവർക്ക് തമ്മിൽ ഒരു അടുപ്പം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു പ്രണയം ഉണ്ടാകുന്നു. അത് ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിഷയം, നമുക്കതിൽ ഒന്നും പറയാൻ കഴിയില്ല. അവർ തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടാകുന്നതിന് നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല, കാരണം അവരുടെ ഇഷ്ടമാണത്. പക്ഷേ അതും കഴിഞ്ഞിട്ട് ഇത് ക്രൂരമായ ബലാത്സംഗത്തിലേക്ക് പോയി, എന്നിട്ട് അയാൾ എന്നെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ കരുതി എന്നൊക്കെയുള്ള ഇത്തരം ആ വിഷയങ്ങൾ വരുമ്പോഴാണ് ഇതിനെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് ജനങ്ങൾ ഇടപെടുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ മലയാളികൾ കൊളിഞ്ഞുനോട്ടം ഒരു ശീലമാണ്. പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ അവരതിനെ പല രീതിയിലായിരിക്കും ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ സ്ത്രീകൾ പ്രതികരിച്ച് കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇത് രാഹുലിന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു മുൻപ്, ഭരണകൂടമാണ് ഈ വിഷയത്തിൽ രാഹുലിന് അനുകൂലമായ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. കൃത്യമായും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം രാഹുലിനെതിരെ ആദ്യം ആരോപണം വരുമ്പോൾ അതിജീവിത പറയുന്നു, എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കുകയായിരുന്നു. പിന്നീട് ഭരണകൂടം നിരന്തരം അവർക്ക് വാക്ക് കൊടുക്കുന്നു, നിങ്ങൾ പരാതിപ്പെടൂ, ഞങ്ങളുണ്ട് ഒപ്പം എന്ന് പറയുന്നു. ഒരു IPS ഉദ്യോഗസ്ഥയെ കൊണ്ട് അവരെ നിരന്തരം വിളിപ്പിക്കുന്നു പരാതി തരുന്നതിന് വേണ്ടി. എന്നിട്ടും അവർ പരാതിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ ഉത്തരവുണ്ടല്ലോ, അപ്പൊ ഇവര് പരാതി കൊടുക്കണം എന്നുള്ളത് ആരുടെയൊക്കെ ആവശ്യമായിരുന്നു എന്നുള്ളത്. അപ്പോൾ പിന്നീട് ഈ യുവതി പരാതിപ്പെടുകയാണ്. നല്ല കാര്യം, അവർ പരാതിപ്പെട്ടു എന്നുള്ളത്. പക്ഷേ അവിടെയാണ് ഒരു അപകടമുണ്ടായതെന്ന് പറയുന്നത്, ആ ഒരു സാഹചര്യം, കേരളം അപ്പോൾ ഏത് അവസ്ഥയിലായിരുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ നിൽക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അതിനെ ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ വേട്ടയാടുന്നതിന് വേണ്ടി, കോൺഗ്രസിനെ വേട്ടയാടുന്നതിന് വേണ്ടി ഈ വിഷയം എടുത്തിട്ടു എന്നുള്ള തരത്തിൽ ചർച്ചയാക്കി. പിന്നീട് നമ്മൾ കണ്ടതാണ് ഇവിടെ നടന്ന പുകില്. രാഹുലിനെ തിരക്കി കർണാടകയിലേക്ക് പോകുന്നു, തമിഴ്നാട്ടിലേക്ക് പോകുന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ തലങ്ങും വിലങ്ങും പോലീസ് നിൽക്കുന്നു. പക്ഷെ അയാൾക്ക് പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? അയാൾക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നത് ഈ ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം, അതിലെന്ത് തെറ്റ് കാണാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അയാൾക്ക് ജാമ്യം കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ കണ്ടത് ഈ മൂന്നാം പരാതി വരുമ്പോഴാണ്. ഈ മൂന്നാം പരാതി വരുമ്പോൾ ഇന്ന് ഈ ഒരു ദിവസം മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത മറ്റൊരു വാർത്തയുണ്ട്. അതായത് രാഹുൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടൊരു ചാറ്റ് പുറത്തു വരുന്നു. അതായത് അതിജീവിതയും രാഹുൽ മാങ്കൂട്ടത്തിലും ടെലിഗ്രാമിൽ ചാറ്റ് ചെയ്തത്. രാഹുലിൻ്റെ കുൽസിത പ്രവർത്തനത്തിൻ്റെ ഒരു റൂട്ട് മാപ്പ് നോക്കണം. ഗൂഗിൾ പേയ്ക്കകത്തൊക്കെ വരെയാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ തലത്തിലേക്കൊക്കെ അങ്ങ് കടന്നുപോയി. അവിടെയാണ് ഞാൻ പറയുന്നത്, രാഹുൽ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. അയാൾ ഈ സ്ത്രീ വിഷയത്തിൽ വളരെ തൽപരനുമാണ്. എന്നാൽ കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഊരിപ്പോകും അറിയാവുന്ന ആളുമാണ്. അതായത് ഇപ്പോൾ അയാൾക്ക് നേരെ വന്നു നിൽക്കുന്ന പ്രതിസന്ധികളെ എല്ലാം അയാൾ അനുകൂലമാക്കി മാറ്റുന്നു. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഞാൻ പറഞ്ഞ ഭരണകൂടത്തിന് വീഴ്ച പറ്റിയെന്നുള്ളത്. അതായത് ഈ വിഷയത്തിൽ രാഹുലിനെ വേട്ടയാടുന്നു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടതാണ് അയാൾക്ക് അവസരമായി മാറിയത്. പ്രത്യേകിച്ച് പിണറായി വിജയനെ എടോ വിജയ എന്ന് വിളിച്ച ആ ഒരു വിളി, അത് അന്നേ എല്ലാവരും പറഞ്ഞിരുന്നു ഇവൻ അധികകാലം മുൻപോട്ട് പോകില്ല എന്നുള്ള ഒരു ചർച്ച അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തലത്തിലേക്കൊക്കെ മാറുന്നു. പിന്നീട് ഈ മൂന്നാം പരാതി വരുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ചാറ്റ് പുറത്തു വരുമ്പോൾ, അതായത് ആ യുവതിയാണ് പറയുന്നത്, നീ അങ്ങ് പുണ്യാളനായിട്ട് നിൽക്കാമെന്നൊന്നും കരുതണ്ട, ഇത്രയും പേരുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ പോയ ഇമേജ് തിരിച്ചു പിടിക്കാനാണല്ലോ ഈ കണ്ട ഓട്ടം ഓടുന്നത് എന്നുള്ള ഒരു മെസ്സേജ് വരുമ്പോൾ രാഹുൽ അതിന് മറുപടി കൊടുക്കുന്നതാണ്. അതിനകത്ത് രാഹുൽ പറയുന്നുണ്ട്, നീ ചെയ്യുന്നതൊക്കെ ഞാൻ താങ്ങും, പക്ഷെ ഞാൻ ചെയ്യുന്നത് നീ തിരിച്ചു താങ്ങില്ല. അതൊരു ഭീഷണി സ്വരം തന്നെയാണ് ഉറപ്പായിട്ടും. മറ്റൊരു കമൻറ്റ് അതിനകത്ത് മറ്റൊരു മറുപടി കൊടുത്തിരിക്കുന്നത്, എനിക്ക് പോയ ഇമേജ് തിരിച്ചു പിടിക്കണമെന്നൊന്നുമില്ല, എല്ലാത്തിൻ്റെ എക്സ്ട്രീം കണ്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. നീ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഈ ഭീഷണി നടത്തുന്നതെങ്കിൽ ഞാൻ അങ്ങ് പേടിച്ചേനെ. പക്ഷേ ഇപ്പോൾ ഈ ലോകത്തുള്ള ഒന്നിനും ആർക്കും എന്നെ ഭയപ്പെടുത്താൻ കഴിയില്ല, ഞാൻ ഭയക്കില്ല. അതൊക്കെ അത്തരത്തിലുള്ള മറുപടികൾ രാഹുൽ കൊടുക്കുമ്പോഴും രാഹുൽ അതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റ് ഉണ്ട്. അതായത് ഒന്ന്,
ഞാൻ മാത്രം മോശക്കാരനും നിങ്ങളൊക്കെ അങ്ങ് പുണ്യാളത്തികളും ആകുന്നത് എങ്ങനെയാണ്? ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം, ഈ കേസ് കോടതിയിലെത്തിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമല്ലോ. അത്തരത്തിൽ 2 പോയിന്റ്, 2 മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്, ഞാൻ മാത്രം എങ്ങനെ മോശക്കാരനാകും? അതെ, ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരാള് സെക്സിൽ ഏർപ്പെടുന്നു, അതോ അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുന്നു, ഇതൊന്നും തന്നെ തെറ്റാണെന്ന് നമുക്ക് ഈ കാലത്ത് എന്തായാലും പറയാൻ പറ്റില്ല. വളരെ മുമ്പാണെങ്കിൽ ഇതെല്ലാം പറയാമായിരുന്നു, തെറ്റാണെന്ന് പറയായിരുന്നു, സ്ത്രീയെ മാത്രം കുറ്റം പറയായിരുന്നു, പുരുഷനെ അതെല്ലാം പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പറ്റില്ല. കാരണം സ്ത്രീ കുറ്റക്കാരിയാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അപ്പുറത്തുള്ള പുരുഷനും അതുപോലെ കുറ്റക്കാരനാണ്. അതേ മാനദണ്ഡം വെച്ച് നോക്കിയാൽ നേരെ തിരിച്ചുമാണ്. രാഹുൽ മാങ്കൂട്ടത്തെ കുറ്റക്കാരനാണെങ്കിൽ തിരിച്ച് അതിജീവിതയും കുറ്റം ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. അല്ലെങ്കിൽ അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് അപ്പോൾ തന്നെ അവർക്കത് പുറത്തു വന്ന് ഇയാൾ രാഷ്ട്രീയക്കാരനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ഈ പോയിരിക്കുന്നത്. അവർ പോയിരിക്കുന്നത്, അതിജീവിതം പറയുന്നത് അനുസരിച്ച് അവർ പോയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ സങ്കടം ഒരു MLA അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്, തൻ്റെ പരാതി പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അയാൾ പരാതി സ്വീകരിച്ചില്ല, പകരം എന്നോട് ബ്രൂട്ടലായി പെരുമാറി എന്നുള്ളത് എന്തുകൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തു വന്ന ഉടനെ തന്നെ പറഞ്ഞില്ല? തന്നെയല്ല, ഇതിനകത്തിൽ മറ്റ് ചില, അതായത് ഇതിൽ ഈ അതിജീവിതയുടെ ഓരോ മൊഴിയിൽ നിന്ന് വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്തു വെച്ചിട്ടാണ് പല കമൻറ്റുകൾ വരുന്നത്, പല പോസ്റ്റുകൾ വരുന്നത്. അതായത് അതിജീവിത പറയുന്നുണ്ട്, പാലക്കാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ അതിജീവിതയും തമ്മിൽ പ്ലാൻ ഇട്ടു അത്രേ, പാലക്കാട് ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസിക്കാമെന്ന്. അപ്പോൾ പകുതി പൈസ നീ ഇടണം, പകുതി പൈസ ഞാൻ ഇടാം, അങ്ങനെ ഫ്ലാറ്റ് എടുത്ത് താമസിക്കാം എന്ന് പറയുമ്പോൾ അതിജീവിതയുടെ ഒരു കമൻ്റ് ഉണ്ട് അത്രേ, അങ്ങനെ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുമ്പോൾ എല്ലാവരും അറിയില്ലേ, അറിഞ്ഞാലുള്ള അവസ്ഥ. അപ്പോൾ അവർക്കത് അതിലവർ ബോധേഡാണ്. അപ്പോൾ അത് പുറത്തറിയരുത് എന്നുള്ളത് അവരുടെയും ഒരു ആവശ്യമായിരുന്നു എന്നുള്ളത് ആ ചാറ്റിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ ഇപ്പോൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്, ഇത് കോടതിയിലെത്തിയാലുള്ള അവസ്ഥ എന്താകുമെന്ന് നിനക്ക് അറിയാമല്ലോ എന്ന് രാഹുൽ അത്ര കോൺഫിഡൻസ് ആയിട്ട് പറയണമെങ്കിൽ, അതായത് അയാളുടെ ഭാഗത്തും തെളിവുകൾ ഉണ്ട്, അയാൾക്കും പറയാനുണ്ട് എന്ന് അയാൾ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഈ 3 കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേ ഒരു കോൺഫിഡൻസ് ആയിരുന്നു അയാൾ പ്രകടിപ്പിച്ചിരുന്നത്. കാരണം ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ആരോപണം വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഇവിടുത്തെ മാധ്യമങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ ഹൈക്കോടതിയിൽ പറഞ്ഞോളാം, ഞാൻ നിയമപരമായി ഇതിനെ നേരിട്ടുകൊള്ളാം എന്നാണ് അയാൾ പറഞ്ഞത്. നിയമപരമായി അയാളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് അയാൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു വെക്കുകയായിരുന്നു ചെയ്തത്. ഇത് മാത്രമല്ല, ഇതിനൊരു കാരണം കൂടിയുണ്ട്, ഇയാളെല്ലാം വളരെ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പീഡിപ്പിച്ച മുറിയുടെ വാടക കൊടുപ്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആ റൂം അവരെ കൊണ്ട് അവരെടുക്കുന്നു, അവര് റൂം വാടക കൊടുക്കുന്നു. അപ്പോൾ പിന്നെ അതിലെങ്ങനെ രാഹുലിന് കുറ്റക്കാരനാവും? രാഹുൽ അവിടെ അതിഥിയായിട്ട് വിളിച്ചു വന്നത് മാത്രമാണ്, ആ റൂം എടുത്തത് അവരാണ്, അതിന് പൈസ കൗശലക്കാരനാണ്. അപ്പോൾ അതെല്ലാം മുൻകൂട്ടി. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും ഒരിക്കൽ പുറത്തായി കഴിഞ്ഞാൽ എങ്ങനെ അതിനെ നേരിടണമെന്ന് വിദഗ്ധമായി അറിയുന്ന ഒരാൾ തന്നെയാണ് രാഹുൽ. അതാണ് അവിടെയാണ് ഈ പറയുന്ന അതിജീവിതമാര് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ സംസാരിക്കുമ്പോഴും ജനങ്ങൾ ചോദിക്കുന്നത് ഇതിനൊക്കെ മറുപടി എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് അവർ ചോദിക്കുന്നത്. ഈ പറയുന്ന അതിജീവിതമാർ പറയുന്നത് മുഴുവൻ ഞങ്ങൾ കേൾക്കുന്നു, അവരുടെ ഭാഗത്ത് ആണ് ന്യായമെങ്കിൽ ഞങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നു. പക്ഷെ അതിനോടൊപ്പം അവന് പറയാനുള്ളത് കൂടി പറയാനുള്ള അവസരം കൊടുക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിപ്പോൾ തന്നെ വേറൊന്നും കൂടി ഉണ്ടായിരുന്നു, ഈ രാഹുൽ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇന്നലെയൊക്കെ വന്ന ന്യൂസുകളിൽ വരുന്നതാണ്, 10,000 രൂപയുടെ ചെരുപ്പുകൾ വാങ്ങിക്കൊടുത്തു, അണ്ടർവെയറുകൾ വാങ്ങിക്കൊടുത്തു, അപ്പോൾ അതുപോലെ സൺസ്ക്രീൻ വാങ്ങിക്കൊടുത്തു. അങ്ങനെ വളരെ പേഴ്സണലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഈ സ്ത്രീ ബ്രൂട്ടലായിട്ട് പീഡിപ്പിച്ച സ്ത്രീയാണെന്ന് ഓർക്കണം. അവരാണ് ഇതെല്ലാം ഇതിന് സമ്മാനമായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ വിളിച്ചു പറയണം ഞാൻ 10,000 രൂപയുടെ കൊടുത്തു, സൺസ്ക്രീൻ കൊടുത്തു, ഷാമ്പു കൊടുത്തു എന്നൊക്കെ പറയുന്നു. എന്തിനാണ് അതിനെല്ലാം നിന്നത്? അപ്പോൾ അതിനെല്ലാം തെളിവുകളുണ്ട്. ഇപ്പോഴും അത് അതിജീവിതം തന്നെ പറഞ്ഞു വെച്ചു, ഇത്രയെല്ലാം സാധനങ്ങൾ ഞാൻ കൊടുത്തു എന്ന്. അപ്പോൾ തന്നെ ഇത്ര അധികം ഉപദ്രവിച്ച ഒരാൾക്ക് ഇതെല്ലാം കൊടുക്കുമോ നമ്മൾ? തന്നെയല്ല, നമ്മൾ ഇതിന്റെ മറ്റൊരു വശവും കൂടി ചിന്തിക്കണം. നമ്മൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, നമ്മൾ ഇതിലെ ഈ പറയുന്ന പോലെ തന്നെ എല്ലാ വശങ്ങളും സംസാരിക്കുമ്പോൾ പറയുന്നതാണ്. മറ്റൊരു കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത്, ഈ അതിജീവിതമാർക്കൊപ്പം സമൂഹം നിൽക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്താണ് എന്നുകൂടി നമ്മൾ ചർച്ച ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അവിടെയാണ് കിടക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആരോപണം തുടങ്ങിയ കാലം മുതൽ നമ്മൾ കേൾക്കുന്നതാണ്, ഈ അതിജീവിതമാരെ ഈ പറയുന്ന സോളാർ കേസിലെ നായികയെ പോലെയും സ്വപ്നയെ പോലെയും ഒക്കെ തരം താഴ്ത്തിയാണ് സമൂഹം ഇപ്പോൾ സംസാരിക്കുന്നത്. സമൂഹം മുഴുവനുമെന്നല്ല, എന്നാൽ ഒരു വലിയ ഭൂരിപക്ഷം ആൾക്കാരും അവരെ അങ്ങനെ ചിത്രീകരിച്ച് സംസാരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അതായത് നമുക്കറിയാം ഇവിടെ പുരുഷന്മാർ അവർ വലിയ പീഡനം നേരിട്ട് ഈ സമൂഹത്തിൽ നിൽക്കുന്നു എന്നുള്ളൊരു ബോധമാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നമുക്കറിയാം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെട്ട് നമ്മൾ എത്രയോ കേസുകളിൽ കണ്ടു കഴിഞ്ഞതാണ്. പലരും 2-3 വർഷമൊക്കെ ശിക്ഷ അനുഭവിച്ചിട്ട് നിരപരാധികളാണ് എന്ന് പിന്നീട് കോടതി കണ്ടെത്തി അവരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. 2-3 വർഷമൊക്കെ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു തെറ്റുപോലും ചെയ്യാതെ ജയിലിൽ കിടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവിടെ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളൊരു ചോദ്യം അത് ഇവിടുത്തെ പുരുഷന്മാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാം സ്ത്രീകൾക്ക് മാത്രമായിട്ട് അനുകൂലമായി മാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നിയമം അനുകൂലമാകേണ്ടത് ഒരാവശ്യമായിരുന്നു വളരെ അടുത്ത കാലം വരെ. ഇവിടെ നമ്മൾ ഇപ്പോൾ അതിനെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പോക്സോ വകുപ്പുകളൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനെയാണ് ഇവിടുത്തെ ഈ പുരുഷന്മാർ ചോദ്യം ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈ പുരുഷ കമ്മീഷൻ എന്നും പറഞ്ഞ് വന്നിട്ട് അതിൽ ബഹുഭൂരിപക്ഷവും കോമാളിത്തരങ്ങളാണ് അവർ കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ ഈ പറയുന്ന രാഹുലിൻ്റെ ഈ രാഷ്ട്രീയം ഇല്ലാത്തവർ, രാഷ്ട്രീയം പോലും അറിയാത്ത ആൾക്കാർ പോലും ഈ രാഹുൽ വിഷയത്തിൽ അവർ രാഹുലിനെ പിന്തുണച്ചാണ് നിൽക്കുന്നത്, ഒരു വലിയ ഭൂരിപക്ഷം പുരുഷന്മാർ. അതിന് കാരണം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങളെ ഉള്ളൂ, ഇവിടെ വേറെ ആരുമില്ല എന്നാണ് അവർ പറയുന്നത്. മാധ്യമങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കില്ല. മാധ്യമങ്ങൾ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ അവന് പറയാനുള്ളത് കേൾക്കണമെന്ന് ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമം പറയുന്നത് കേട്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള ചർച്ചകൾ പുരുഷന്മാർ ഉയർത്തിവിട്ടു തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഞങ്ങൾക്കും പറയാനുണ്ട്, ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഈ സ്നേഹത്തിലിരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ലൈംഗിക ബന്ധമൊക്കെ പിന്നീട് ഒന്ന് പിണങ്ങി പിരിയുമ്പോൾ അതിനെ റേപ്പായിട്ട് ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യങ്ങൾ, അതിനെ ഒന്നും അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങളാണ് പുറത്തേക്ക് വരേണ്ടത്. മാധ്യമങ്ങൾ ഈ നടത്തുന്ന പോസ്റ്റ്മോർട്ടം അല്ല ഞങ്ങൾക്കറിയേണ്ടത്. കോടതി തീരുമാനിക്കട്ടെ, അയാൾ തെറ്റുകാരനാണെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ എന്നാണ് ജനങ്ങൾ പറയുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത് ഈ ഭരണകൂടം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ടൊരു പണി കൊടുക്കാൻ നോക്കിയതാണ്. പക്ഷേ ഇത് അയാൾക്ക് അനുകൂലമായി മാറിപ്പോയി. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പോഴും ഈ കേസ് വന്നപ്പോൾ മുതൽ നമ്മൾ പറയുന്നതാണ് അയാൾ തെറ്റുകാരനാണെങ്കിൽ അയാൾ ഉറപ്പായും ശിക്ഷിക്കപ്പെടണം. അയാൾ ഇനി കഴിഞ്ഞ ദിവസമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു അഹങ്കാരം നമ്മൾ കണ്ടു. അതായത് എനിക്കൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ തിരിച്ചു വരും, ഞാൻ സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിക്കും, എന്നെ ജനങ്ങൾ ജയിപ്പിക്കും. അത് അയാൾക്കൊരു അഹങ്കാരമായി മാറിയിട്ടുണ്ട്. അതായത് ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് അയാളെ വേട്ടയാടുന്നു എന്ന രീതിയിലേക്ക് മാറിയപ്പോഴത്തേക്ക് ജനങ്ങൾ അയാളുടെ പക്ഷത്ത് നിന്നു, അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി. ഇത് അയാൾക്ക് അനുകൂലമാക്കി മാറ്റി. അതാണ് അയാൾ കഴിഞ്ഞ ദിവസം അയാളിൽ നിന്ന് വന്ന അഹങ്കാരം. ഞാൻ സ്വതന്ത്രനായി നിന്നാലും മത്സരിക്കുമെന്നുള്ള ഒരു അഹങ്കാരം അയാൾക്ക് വന്നത് എവിടെ നിന്നാണ്? ജനങ്ങൾ അയാളുടെ ഒപ്പം നിൽക്കുന്നു എന്ന് അയാൾക്ക് തോന്നി തുടങ്ങിയിടത്ത് നിന്നാണ് അങ്ങനെ ഒരു ആവേശം അയാൾക്കുണ്ടായത്. ഇത് ഈ കേസിൽ ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അയാൾക്ക് ഊരിപ്പോരാനായിട്ട് കുറേ പഴുതുകൾ ഈ ഭരണകൂടം തന്നെ, പോലീസ് തന്നെ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. അതാണ് ഇതിപ്പോൾ ഈ ചർച്ച കാണുമ്പോൾ ഈ ആൾക്കാർ വേണമെങ്കിൽ പറയും നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെള്ള പൂശുന്നതാണെന്ന്. വെള്ള പൂശുന്നതല്ല, എനിക്കിതിൽ അതിജീവിതയെ കുറ്റം പറയുന്നതുമല്ല. പക്ഷെ എനിക്ക് ഇതിൽ ദഹിക്കാതെ പോയ ഒരു പോയിന്റ്, ഈ ബ്രൂട്ടലി റേപ്പ് ചെയ്തിട്ടും അയാൾ എന്നെ വിവാഹം കഴിക്കുമെന്ന് കരുതി എന്ന് പറയുന്നിടത്താണ് എനിക്ക് ആ ഒരു പോയിന്റ് ദഹിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ വൈകാരികമായ ഒരു തലത്തെക്കുറിച്ച് സംസാരിക്കാൻ തോന്നിയത്. അതൊരിക്കലും ശരിയാവില്ല. അങ്ങനെ വിവാഹം കഴിക്കുമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഉത്തരവാകാനേ വഴിയുള്ളൂ. കാരണം അല്ലെങ്കിൽ ബ്രൂട്ടലി റേപ്പ് ചെയ്തിട്ടില്ല, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധം തന്നെയായിരിക്കണം നടന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കുമെന്ന് വിചാരിച്ചു അയാളോടുള്ള സ്നേഹം കൊണ്ട്. അല്ലാതെ നമ്മളെ ഉപദ്രവിച്ച ഒരാളോട് നമുക്ക് സ്നേഹം തോന്നില്ലല്ലോ. അപ്പോൾ അത് രണ്ടും തമ്മിൽ ഒരിക്കലും. പക്ഷേ ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങളിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതൊരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. കാരണം അയാൾ ഒരു തെറ്റുകാരനാണ്. അയാൾക്ക് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അയാൾ പാലക്കാട് MLA ആയിട്ടിരിക്കുന്ന ആളാണ്. അയാളെ ഒരുപാട് സ്ത്രീകൾ കാണാൻ വരും, പരാതികളുമായിട്ടും ഒക്കെ അയാളെ ഒരുപാട് സ്ത്രീകൾ സമീപിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ആ ഒരു കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല. അതുകൊണ്ട് ജനങ്ങൾ ഇതിലെ ഈ വേട്ടയാടൽ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയ വേട്ടയാടൽ നടക്കുന്നു, ഭരണകൂട വേട്ടയാടൽ നടക്കുന്നു, അതൊക്കെ മാറ്റിവെച്ച് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ആത്യന്തികമായി ചിന്തിക്കേണ്ടത് അയാൾ ഒരു തെറ്റുകാരനാണ്. അയാൾ
സെക്ഷലി ഒരു പെർവേർട്ടഡ് ആയിട്ടുള്ള ആൾ തന്നെയാണ്. അതിലെ നമുക്ക് ന്യായീകരിക്കാനേ കഴിയില്ല. അതുകൊണ്ട് ജനങ്ങൾ അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് പോകരുത് എന്നുള്ളതാണ് പറയാനുള്ളത്.